ദേവഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തരാഖണ്ഡിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകൾ അടക്കം പിടിച്ചെടുത്തുകൊണ്ട് ബി.ജെ.പിയുടെ വലിയ തേരോട്ടം തന്നെയാണ് നടന്നത്. അതായത് ഹരിദ്വാർ, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഹരിദ്വാർ, ഒപ്പം തന്നെ ഋഷികേശ് അടക്കം ഉള്ളിടത്താണ് ബി.ജെ.പി വലിയ വിജയം നേടിയത്. ഡെറാഡൂണിൽ ഒക്കെ നേടിയ വിജയം വലിയ വിജയം തന്നെ ആയിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹരിദ്വാർ, ഡെറാഡൂൺ, ഋഷികേശ്, ഭിത്താരോഗഡ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ബി.ജെ.പി വലിയ വിജയം നേടിയിരിക്കുന്നു. അൽമോറയിലടക്കം കോൺഗ്രസ് വിജയം നേടുകയും ചെയ്തിരിക്കുന്നു. നഗരപഞ്ചായത്തുകളുടെ എണ്ണം 46ആണ്, അതിൽ 28 നേടിയത് ബി.ജെ.പിയാണ്. ഒപ്പം തന്നെ കോർപ്പറേഷനുകൾ 11 കോർപ്പറേഷനാണ്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ഈ കോർപ്പറേഷൻ 11 കോർപ്പറേഷനാണ്. ഈ കോർപ്പറേഷനിൽ 8 ബി.ജെ.പി നേടിയപ്പോൾ കോൺഗ്രസ് 1, മറ്റുള്ളവർ 2 നേടിയിരിക്കുന്നു. ഒരു ശക്തമായ ഒരു പോരാട്ടമില്ലേ, ഒരു തേരോട്ടം തന്നെയായിരുന്നു. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പുകളടക്കം കോൺഗ്രസിനെ ജയിപ്പിച്ച് വിടുന്ന കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് നേരത്തെ പറഞ്ഞ ഹരിദ്വാറും ഋഷികേശും ഡെറാഡൂണും അടക്കം ഉള്ളിടത്തെ തെരഞ്ഞെടുപ്പുകൾ. ഇവിടങ്ങളിലൊക്കെയാണ് ബി.ജെ.പി ജയിച്ചു കയറുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയും ഹരിയാനയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം നടത്തുന്ന ബി.ജെ.പിക്ക് ഇത് വലിയൊരു ആവേശമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉത്തരാഖണ്ഡിൽ ബി.ജെ.പി മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഏതായാലും വലിയ വിജയം 11-ൽ 8 കോർപ്പറേഷനുകളും നേടിക്കൊണ്ടാണ് ബി.ജെ.പി അവരുടെ ജൈത്ര യാത്രയ്ക്ക് ഒരു വലിയ ആക്കം കൂട്ടിയിരിക്കുന്നത്. ഏതായാലും പൂർണ്ണമായ ഫലം ഇതുവരെ പുറത്തു വന്നില്ല. ഇന്നലെ രാത്രിയും വൈകി വോട്ടെണ്ണൽ തുടരുകയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വോട്ടെണ്ണൽ അവസാനിച്ചത്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ തന്നെ സമ്പൂർണ്ണമായ ഒരു ഫലം നമുക്ക് ലഭിക്കുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. 1382 സീറ്റുകളിലേക്കാണ് 5405 പേർ മത്സരിച്ചത്. ഏതായാലും ചിലയിടങ്ങളിലൊക്കെ വോട്ടെണ്ണലും സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.